നമസ്കാരം. പ്രധാന വാർത്തകൾ. മതത്തിന്റെ പേരിലുള്ള അധികാരം മതതീവ്രവാദത്തെക്കാൾ ഭയാനകമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല. കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങളാണെന്നും കെ പി ശശികല. രായിരനെല്ലൂർ മലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം UDF സംഘം സന്ദർശിച്ചു. മല ഇടിച്ചു നിർത്തുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന സംഘം. മലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കില്ലെന്ന് തഹസിൽദാർ ജോയ് തോമസ്. പശ്ചാത്തല ഉൽപാദന മേഖലകൾക്ക് പ്രാധാന്യം നൽകി ചെറുപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് രൂപം നൽകി. സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയും ഈ വർഷം തുടങ്ങുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ CPM ഭരണസമിതിക്കെതിരെ CPI രംഗത്ത്. നെല്ലിപ്പറ്റക്കുളം നവീകരണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഭരണസമിതി അവഗണിക്കുകയാണെന്ന് CPI. വികസന കാര്യങ്ങൾ രാഷ്ട്രീയം നോക്കിയല്ല ചെയ്യുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CG ഗീത. വ്രതശുദ്ധിയുടെ പുണ്യവുമായി റംസാൻ പകുതിയിലേക്ക്. പ്രഭാഷണ പരിപാടികളുമായി വിവിധ സംഘടനകൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. രായിരനെല്ലൂർ മലയിൽ UDF സംഘം സന്ദർശനം നടത്തി. മല ഇടിച്ചു നിരപ്പാക്കാനുള്ള നീക്കം യാതൊരു കാരണവശാലും അനുവദിക്കില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. ഒറ്റപ്പാലം തഹസിൽദാർ ജോയ് തോമസും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് UDF സംഘം ഇടിച്ചു നിരത്താൻ ശ്രമം നടക്കുന്ന രായിരനെല്ലൂർ മലയിൽ സന്ദർശനം നടത്തിയത്. CP മുഹമ്മദ് MLA, DCC പ്രസിഡന്റ് CB ബാലചന്ദ്രൻ, തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA സമദ്, B അഹമ്മദ് കുഞ്ഞി, കമ്മുക്കുട്ടി എടത്തൂർ, TP ഷാജി, KC സൽമാൻ തുടങ്ങിയവരാണ് പ്രദേശം സന്ദർശിച്ചത്. മലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും പൈതൃക സമ്പത്തായ മലയെ സംരക്ഷിക്കാൻ നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും MLA പറഞ്ഞു. കണ്ടപ്പോഴാണ് ഇതിന്റെ ഗൗരവം കൂടുതൽ ബോധ്യമായത്. ഈ മല ഇടിച്ചു നിരത്തുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെയുള്ള താമസിക്കുന്ന ആളുകൾക്ക് ആ കാണുന്ന പാടശേഖരം അവിടേക്കെല്ലാം മണ്ണൊലിപ്പുണ്ടാവും. അത് മാത്രമല്ല, ഇവിടെ ഇതിന്റെ ഈ മധ്യഭാഗത്ത് വെച്ച് ഇത്രയും ഇടിച്ചു നിരത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള അവശിഷ്ടവും അവിടെ നിൽക്കുന്നുള്ള ഒരു ഉറപ്പുമില്ല. ഒരു ഉരുൾപൊട്ടലിനുള്ള എല്ലാ സാധ്യതയും ഫലത്തിൽ രായിരനെല്ലൂർ മലയുടെ സമ്പൂർണ്ണ നാശത്തിനുള്ള ഒരു മുന്നൊരുക്കമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എല്ലാ മലകളും പോലെ ഒരു മലയല്ല രായിരനെല്ലൂർ. അതിന് സഹസ്രാബ്ദങ്ങളുടെ ഒരു ഐതിഹ്യ പാരമ്പര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ഇടിച്ചു നിരത്തി അതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാത്ത വിധത്തിൽ കർശനമായ നടപടി എടുക്കണം എന്നുള്ളതാണ് ആവശ്യം. രായിരനെല്ലൂർ മലയിൽ ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ അനുവദിക്കില്ലെന്നും സർക്കാരിനോട് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്നും DCC പ്രസിഡന്റ് CB ബാലചന്ദ്രനും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇന്ന വിധത്തിലേക്ക് ശ്രദ്ധേയമായ ഒരു പ്രദേശമാണ് രായിരനെല്ലൂർ മല. രായിരനെല്ലൂർ മലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കയ്യേറ്റത്തിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ ഞങ്ങൾ കഴിഞ്ഞ 31-ാം തീയതി ചേർന്ന ഭരണസമിതി യോഗത്തിൽ തിരുവേഗപ്പുറയിലെ പ്രസിദ്ധമായ സ്ഥലങ്ങൾ, രായിരനെല്ലൂർ മലയാകട്ടെ, ഭ്രാന്തൻകല്ലാകട്ടെ, അതുപോലെ തന്നെ മഹാശിവക്ഷേത്രം ഉൾപ്പെടെയുള്ള വളരെ ഐതിഹ്യവും വിശ്വാസപരവും പുണ്യവും ഒക്കെയുള്ള ആ പ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തിരുവേഗപ്പുറയെ ഒരു പൈതൃക ഗ്രാമമായി പ്രഖ്യാപിക്കണം എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം MLA മുഖേന സാംസ്കാരിക വകുപ്പിന് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കും വിധത്തിലുള്ള പ്രവർത്തനവും ഒപ്പം സവിശേഷമായ തീർത്ഥാടനവും സവിശേഷമായ ഐതിഹ്യ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തിന്റെ നാശവും ഒരു നിലക്കും വകവെച്ചു കൊടുക്കാൻ പറ്റില്ല. UDFന്റെ നേതാക്കൾ, DCC പ്രസിഡന്റും അതുപോലെ നമ്മുടെ MLAയും ഒക്കെ ഈ വിഷയത്തിൽ കാണിക്കുന്ന ജാഗ്രത തീർച്ചയായിട്ടും ആശ്വാസകരമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. സർക്കാർ അടിയന്തരമായി ഈ പ്രദേശം, എനിക്ക് തോന്നുന്നൊരു കാര്യം, ഒരു നിർദ്ദേശമായിട്ട് നേതാക്കളും ഒക്കെ MLAക്കുള്ളൊരു സ്ഥലം പറയാനുള്ളത്, ഇത്തരം പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ അതിന്റെ അവകാശികൾ വിൽക്കുകയാണെങ്കിൽ ആ വിൽപ്പന സ്വകാര്യ വ്യക്തികളിലേക്ക് പോകാതെ സർക്കാരിന് ഇത്തരം ഭൂമി നേരിട്ട് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം എന്നൊരു നിർദ്ദേശം കൂടി സമർപ്പിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ടാകും എന്നുകൂടി അറിയിക്കുകയാണ്. രായിരനെല്ലൂർ മല ഉൾപ്പെടുന്ന പൈതൃക സ്വത്തുക്കൾ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ സംവിധാനമുണ്ടാവണമെന്നും സ്വകാര്യ വ്യക്തികൾ ഇത്തരം സ്ഥലങ്ങൾ കൈയടക്കുന്നത് ഒഴിവാക്കി സർക്കാരിന്റെ അധീനതയിൽ സംരക്ഷിക്കാനുള്ള നിയമമുണ്ടാക്കണമെന്നും തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA സമദും ആവശ്യപ്പെട്ടു. സർക്കാർ അടിയന്തരമായി ഈ പ്രദേശം, എനിക്ക് തോന്നുന്നൊരു കാര്യം, ഒരു നിർദ്ദേശമായിട്ട് നേതാക്കളും ഒക്കെ MLAക്കുള്ളൊരു സ്ഥലം പറയാനുള്ളത്, ഇത്തരം പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ അതിന്റെ അവകാശികൾ വിൽക്കുകയാണെങ്കിൽ ആ വിൽപ്പന സ്വകാര്യ വ്യക്തികളിലേക്ക് പോകാതെ സർക്കാരിന് ഇത്തരം ഭൂമി നേരിട്ട് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം എന്നൊരു നിർദ്ദേശം കൂടി സമർപ്പിക്കുകയാണ്.
രായിരനെല്ലൂർ മലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കില്ലെന്ന് ഒറ്റപ്പാലം തഹസിൽദാർ ജോയ് തോമസ് പറഞ്ഞു. മലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗൌരവമുള്ളതാണെന്നും ഇക്കാര്യത്തിൽ ആവശ്യമായ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും തഹസിൽദാർ അറിയിച്ചു. ഇടിച്ചു നിരത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് സ്റ്റോപ്പ് നൽകുകയും പണി നിർത്തിവെപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് കൂടുതൽ അതിന്റെ തീവ്രതയെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച പണികൾ തുടരുന്നതിന് മുമ്പായിട്ട് റവന്യൂ അധികൃതരുടെ പെർമിഷൻ ഇല്ലാതെ തുടർന്ന് പണി നടത്താൻ അനുവദിക്കുന്നതല്ല. അക്കാര്യത്തിലുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. മതതീവ്രവാദികളുടെ ആയുധത്തേക്കാൾ ഭയാനകം മതത്തിന്റെ പേരിലുള്ള അധികാരമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല പറഞ്ഞു. സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഉദാഹരണമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഹിന്ദു ഐക്യവേദി മണ്ണാർക്കാട് സംഘടിപ്പിച്ച സായാഹ്ന ധർണയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. മതേതരത്വ നാടായിട്ട് നിലനിന്ന് പോകുന്നത് കേരളത്തിലെ തീവ്രവാദം ഇല്ലാതാകും. ഇങ്ങനെ പല കോണുകളിൽ നിന്നും നമ്മൾ കേൾക്കാം. പല കോണുകളിൽ നിന്നും അവിടെ തന്നെയാണ് ആ അധികാരത്തെയാണ് നമ്മൾ ഏറെ ഭയക്കുന്നത്. SDPI-കാരനെയോ പോപ്പുലർ ഫ്രണ്ടുകാരനെയോ NDF-കാരനെയോ ജമാഅത്തെ ഇസ്ലാമിക്കാരനെയോ സോളിഡാരിറ്റിക്കാരനെയോ അൽഖ്വയ്ദക്കാരനെയോ ലഷ്കർ-ഇ-തോയ്ബക്കാരനെയോ ആയുധത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ ഭയക്കുന്നത് മതത്തിന്റെ പേരിലുള്ള അധികാരത്തെയാണ്. ഭീകരർ ഇന്ത്യ വിടുക എന്ന സന്ദേശവുമായാണ് ഹിന്ദു ഐക്യവേദി മണ്ണാർക്കാട് താലൂക്ക് സമിതി നഗരത്തിൽ സായാഹ്ന ധർണ നടത്തിയത്. RSS സംഘചാലക് PB മുരളി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് BK ചന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഹരീന്ദ്രകുമാർ, സെക്രട്ടറി ശ്രീരാമൻ, M സുജേഷ്, അനീഷ്, BJP മണ്ഡലം പ്രസിഡന്റ് B മനോജ്, കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് N അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സായാഹ്ന ധർണയ്ക്ക് മുന്നോടിയായി നഗരത്തിൽ ബൈക്ക് റാലിയും സംഘടിപ്പിച്ചിരുന്നു. പശ്ചാത്തല മേഖലയ്ക്കും ഉൽപാദന മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പുതിയ പദ്ധതികൾക്ക് ചെറുപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് കർമ്മസമിതി യോഗം രൂപം നൽകി. പച്ചക്കറി, പാൽ എന്നിവയിൽ സ്വയം പര്യാപ്തത നേടാൻ പദ്ധതി തയ്യാറാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് പറഞ്ഞു. 2012, 2013, 2013, 2014 വർഷങ്ങളിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ തയ്യാറാക്കുന്നതിനു വേണ്ടിയാണ് ചെർപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്ത് കർമ്മസമിതി യോഗം ചേർന്നത്. പശ്ചാത്തല മേഖലയ്ക്കും ഉൽപാദന മേഖലയ്ക്കും ഊന്നൽ നൽകിയുള്ള വിവിധ പദ്ധതികൾക്കാണ് കർമ്മസമിതി രൂപം നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ പുതിയ നിർദ്ദേശപ്രകാരം മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 വർഷത്തേക്കുള്ള പദ്ധതികൾക്കാണ് കർമ്മസമിതി കരട് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. പശ്ചാത്തല മേഖലയ്ക്ക് ഈ വർഷം 33,43,061 രൂപയും 2013-2014 വർഷത്തേക്ക് 38,44,520 രൂപയും, ഉൽപാദന മേഖലയിൽ ഈ വർഷം 30 ലക്ഷം രൂപയും 2013-2014 വർഷത്തിൽ 34,000 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. സേവന മേഖലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ കർമ്മസമിതിയിൽ രൂപം നൽകിയിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി, പാൽ എന്നിവയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന പദ്ധതികൾക്കും പ്രത്യേക പരിഗണന നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് പറഞ്ഞു. സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു പച്ചക്കറി കൃഷി നടത്തുന്നതിന് വേണ്ടി ചെർപ്പശ്ശേരി പഞ്ചായത്തിലെ ആളുകൾക്ക്, നിവാസികൾക്ക് ആവശ്യമായ പച്ചക്കറികൾ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ പലപ്പോഴും ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിപണന സാധ്യതയുടെ പ്രശ്നങ്ങളും വിലയുടെ പ്രശ്നങ്ങൾ കൊണ്ടും കർഷകർക്ക് വേറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി കർഷകരുടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതും അവർക്ക് ന്യായമായ വില ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി കൂടി ഈ വർഷം തയ്യാറാക്കുന്നുണ്ട്. അതേപോലെ തന്നെ പഞ്ചായത്തിലെ പൊതു ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഈ വർഷം പദ്ധതി വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നിലവിലുള്ള പദ്ധതി കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, പഞ്ചായത്തിലെ മുഴുവൻ പ്ലാസ്റ്റിക്കുകളും നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായിക്കൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തും സംയുക്തമായിക്കൊണ്ട് തന്നെ ഒരു പദ്ധതി ഈ വർഷം തയ്യാറാക്കുന്നുണ്ട്. കുടിവെള്ള പദ്ധതി, മത്സ്യകൃഷി, സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ എന്നിവയ്ക്കും സഹായം നൽകുന്നതിനും വരും വർഷങ്ങളിലെ പദ്ധതി രൂപീകരണത്തിൽ തുക വകയിരുത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. കർമ്മസമിതി യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിവിധ വാർഡുകളെ പ്രതിനിധീകരിച്ചുള്ള കർമ്മസമിതി അംഗങ്ങളും പദ്ധതി തയ്യാറാക്കുന്നതിനു വേണ്ടി എത്തിയിരുന്നു. സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയും ചെറുപ്പശ്ശേരി പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നു. വീടുകൾ തോറും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ബൃഹത് പദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നതെന്ന് പ്രസിഡന്റ് K സുരേഷ് പറഞ്ഞു. ചെറുപ്പശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രവൃത്തികളെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗമാണ് ഇന്ന് ചേർന്നിട്ടുള്ളത്. 13 വർക്കിംഗ് ഗ്രൂപ്പുകളാണ് ഇന്ന് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. പ്രധാനമായും അതിൽ പുതിയ ദ്വിവർഷ പ്രോജക്റ്റുകളാണ് ഇപ്രാവശ്യം കേരളത്തിലാകെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. ചെർപ്പശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ളത്. അതുകൊണ്ട് തന്നെ വീടുകൾ തോറും നമ്മുടെ പഞ്ചായത്തിൽ 300-400 വീടുകൾ തോറും
മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വളരെ കുറഞ്ഞ സബ്സിഡി നിരക്കിൽ തന്നെ അവരുടെ കൂടി ഷെയറോട് കൂടി തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വീടുകളിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നൽകുന്നതിനുള്ള ഒരു ബൃഹത് പദ്ധതിക്ക് ഒരു പ്രോജക്റ്റിന് ഈ വർഷം നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി അത് തയ്യാറാക്കുകയാണ്. അതേപോലെ തന്നെ ഇടവേള. വാർത്തകൾ തുടരുന്നു. CPM ഭരിക്കുന്ന വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPI രംഗത്ത്. വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നെല്ലിപ്പറ്റക്കുളത്തിനോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് CPI വെള്ളിനഴി പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. വെള്ളിനഴി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് നെല്ലിപ്പറ്റക്കുളം. 2011-2012 സാമ്പത്തിക വർഷത്തിൽ കുണ്ടന്തോട് വാട്ടർഷെഡ് പശ്ചിമഘട്ട വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5,80,000 രൂപ ചിലവഴിച്ചാണ് നെല്ലിപ്പറ്റക്കുളം നവീകരിച്ചിട്ടുള്ളത്. റോഡിനോട് ചേർന്ന് കൈവരികൾ സ്ഥാപിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. കുളത്തിന് ഏകദേശം 50 മീറ്റർ അകലെയാണ് വെള്ളിനഴി സർക്കാർ ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്കൂൾ വിടുന്ന സമയത്ത് സൈക്കിളുകളിലും മറ്റുമായി നിരവധി വിദ്യാർത്ഥികളാണ് കുളത്തിനരികിലൂടെയുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥി സൈക്കിൾ സഞ്ചരിക്കുമ്പോൾ കുളത്തിൽ വീണ് അപകടം സംഭവിച്ചതായി നേതാക്കൾ പറയുന്നു. ഇതിനെ തുടർന്ന് നിരവധി തവണ ഗ്രാമപഞ്ചായത്തിൽ പരാതികൾ നൽകിയിട്ടും നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന് CPI വെള്ളിനേഴി പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ ഡൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. 2011-2012 വർഷത്തെ കുണ്ടന്തോട് വാട്ടർഷെഡിന്റെ പരിധിയിൽ പശ്ചിമഘട്ട വികസന പദ്ധതി ഉൾപ്പെടുത്തി 5,80,000 രൂപ ഈ കുളത്തിൽ പണിയെടുക്കുകയും ഞങ്ങൾ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ കുളത്തിൽ ഇടപെട്ട് ഇങ്ങനെയുള്ള കൈവരി കെട്ടണം, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ അപകടമുണ്ട്, കുട്ടികൾ നിരന്തരം കുളത്തിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിയായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടി എടുക്കാൻ പാടില്ല, കുളം നല്ല വൃത്തിയിൽ പണിയെടുക്കണം ഞങ്ങൾ പറഞ്ഞപ്പോൾ വികസന കാര്യത്തിൽ നിങ്ങൾ തടസ്സം ചെയ്യരുതെന്നാണ് അവർ ഞങ്ങളോട് ചോദിച്ചത്. അപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ബേബി അവരോട് ഞങ്ങൾ ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനൊന്നും ഞങ്ങൾ ഈ പറയുന്ന ഒരു കാര്യത്തിന് ഒരു പുല്ല് വകവെക്കാതെ ഈ വികസനത്തിന്റെ കാര്യത്തിൽ പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് ഈ വികസനം അലങ്കോലപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് നെല്ലിപ്പറ്റക്കുളത്തിനോട് അവഗണന കാണിക്കുന്നില്ലെന്നും ഒരു പ്രദേശത്ത് ഗുണഭോക്തൃ കമ്മിറ്റി രൂപീകരിച്ച് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നല്ല നിലയിലാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG ഗീത ഡൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. കുളത്തിന്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ച് വരുന്നതേയുള്ളൂവെന്നും പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് കൈവരികളും മറ്റ് അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കും. എസ്റ്റിമേറ്റിൽ എന്തൊക്കെ പ്രവർത്തികളാണ് രേഖപ്പെടുത്തിയതെങ്കിൽ അതെല്ലാം മുറയ്ക്ക് ചെയ്യുമെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയം നോക്കാറില്ലെന്നും CG ഗീത പറഞ്ഞു. നിയന്ത്രണ കമ്മിറ്റികൾക്ക്, അതായത് ഗുണഭോക്തൃ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ആ പണികൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കല്ല് വീടൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് പണി പൂർത്തീകരിച്ചിട്ടില്ല. പൂർത്തീകരിച്ച് ഇവിടെ വരുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് പോകുന്നുണ്ട്. കൃത്യമായി നല്ല രീതിയിൽ ആ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് എനിക്കിപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തിലും ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഗ്രാമപഞ്ചായത്തില് നല്ല വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള രാഷ്ട്രീയത്തിലുള്ള വികസനങ്ങളിൽ ഒരു കുറവും വരുത്തുന്നില്ല. നല്ല വികസന പ്രവർത്തനം ചെയ്യാൻ ഗ്രാമപഞ്ചായത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ അളനല്ലൂർ ഉണ്ണിയാൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ഏരിയ സെന്റർ അംഗം KS സുദർശനകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജനദ്രോഹ നയങ്ങൾ ഉപേക്ഷിക്കുക, ഉണ്ണിയാലിൽ അക്ഷയ കേന്ദ്രം ആരംഭിക്കുക, ജനസേവനങ്ങൾ വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. തുടർന്ന് നടന്ന ധർണയിൽ P മുസ്തഫ, N അനു, അബ്ദുൽ സലീം, ഗോപകുമാർ, അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനാകാതെ ഒറ്റപ്പാലം നഗരം. ദിവസവും രാവിലെയും വൈകുന്നേരവുമായി മണിക്കൂറുകളോളമാണ് വാഹനങ്ങളുടെ നീണ്ട നിര നിരങ്ങി നീങ്ങുന്നത്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനാവശ്യമായ ഒരു നടപടിയും കാര്യക്ഷമമായി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ആദ്യം പറയേണ്ടത്. ട്രാഫിക് നിയന്ത്രിക്കാൻ സിഗ്നൽ സംവിധാനം, പോലീസ്, ഹോംഗാർഡുകൾ തുടങ്ങിയവയെല്ലാം ഉണ്ടെങ്കിലും ഒറ്റപ്പാലത്തെ ടൗണിലെ പ്രശ്നം എന്നും ഒരുപോലെ തന്നെ. മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എപ്പോഴും ആഘോഷിക്കാനുള്ള ഒരു വിഷയമായി ഇന്നും അവശേഷിക്കുകയും ചെയ്യുന്നു. നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നത് അത്യാസന്ന നിലയിലുള്ള രോഗികൾ വല്ലവരുമാണെങ്കിൽ വേഗത്തിൽ മരിക്കാമെന്നതും സൗകര്യമുണ്ട്. വർഷങ്ങളായി തുടരുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ട്രാഫിക് കമ്മിറ്റി വിളിച്ചു ചേർത്ത് ടൗണിലെ പാർക്കിങ്ങുകളും ഓട്ടോ സ്റ്റാൻഡുകൾക്കും കൃത്യമായ സ്ഥലം നിർദ്ദേശിച്ചു നൽകണം. ഇത് കാര്യക്ഷമമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. TB റോഡ്, ടൗണിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനപാത, RS റോഡ് എവിടെയായാലും ഒറ്റപ്പാലത്തെത്തിയാൽ വലയും, അതുറപ്പാണ്. നിരവധി തവണ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ പോലീസ് ഇടപെട്ടെങ്കിലും ട്രാഫിക് കമ്മിറ്റി നിലവിലുള്ളതിനാൽ അതിനായിട്ടില്ല. എന്നാൽ ട്രാഫിക് കമ്മിറ്റി ആര് വിളിച്ചു ചേർക്കുമെന്നതിന് ഇപ്പോഴും തീരുമാനവുമില്ല. RDO ആണെന്ന് നഗരസഭയും നഗരസഭയാണെന്ന് RDOയും പറയുന്നതോടെ പ്രശ്നം അവസാനിക്കും.
എന്നും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയല്ലാതെ ഒറ്റപ്പാലത്തെ ഗതാഗത പ്രശ്നത്തിന് ഇനിയൊരിക്കലും പരിഹാരമാകില്ലെന്നും ഉറപ്പിച്ച മട്ടാണ് പലർക്കും. ബൈപ്പാസും ഓവർബ്രിഡ്ജുമെല്ലാം കടലാസിൽ വിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങൾ നരകിക്കുകയും. കരിമ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെയും പേപ്പട്ടികളുടെയും വിളയാട്ടം. കരിമ്പുഴയിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റു. പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ആറ്റാശ്ശേരി, കരിപ്പമണ്ണ, പനാങ്കുന്ന്, കോട്ടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി ആളുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും പേപ്പട്ടിയുടെ കടിയേറ്റിട്ടുണ്ട്. പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാരെയും ഇരുചക്ര വാഹന യാത്രക്കാരെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ ഉൾപ്രദേശങ്ങളിലാണ് തെരുവുനായ് ശല്യവും പേപ്പട്ടി ശല്യവും രൂക്ഷമായിരിക്കുന്നത്. അതിരാവിലെ പാൽ, പത്രം വിതരണം ചെയ്യുന്നവരെയും തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നുണ്ട്. നാട്ടുകാർ നിരവധി തവണ ഗ്രാമപഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച പരാതികൾ നൽകിയിട്ടും തെരുവുനായ്ക്കളെ പിടികൂടി കൊല ചെയ്യാൻ നിയമം അനുവദിക്കാത്തതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനും തലവേദനയായിരിക്കുകയാണ്. ചില ഗ്രാമപഞ്ചായത്തുകൾ ഇത് സംബന്ധിച്ച കേസിൽ കുടുങ്ങിയിട്ടുമുണ്ട്. തെരുവുനായ്ക്കളെ പിടികൂടി മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാക്കാനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം. ആവശ്യമെങ്കിൽ പേപ്പട്ടികളെ കണ്ടെത്തി ഇല്ലാതാക്കാനും നിർദ്ദേശമുണ്ട്. സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കിൽ പേപ്പട്ടികളെ പിടികൂടാൻ ആളുകളെ കിട്ടാനുമില്ല. എന്തുതന്നെയായാലും സർക്കാരിന്റെ ഉത്തരവും പേപ്പട്ടികളെ പിടികൂടാൻ ആളെ കിട്ടാത്തതും ജനങ്ങളുടെ സ്വൈര ജീവിതത്തെയാണ് ബാധിക്കുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ സംഘടിപ്പിക്കുന്ന റംസാൻ പ്രഭാഷണത്തിന് ഞായറാഴ്ച പെരിന്തൽമണ്ണയിൽ തുടക്കമാവും. ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന വിഷയത്തിൽ ഹാഫിൽ അഹമ്മദ് ബാക്കവിയുടെ പ്രഭാഷണമാണ് 2 ദിവസങ്ങളായി നടക്കുക. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇസ്ലാമിക് കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലുള്ള പഴേരി മൈതാനിയിലാണ് 2 ദിവസത്തെ റമസാൻ പ്രഭാഷണ പരിപാടി നടക്കുന്നത്. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഞായറാഴ്ച രാവിലെ 9:30 പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി മഞ്ഞളാംകുഴി അലി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുത്ത കോട്ടുമല ബാപ്പു മുസ്ലിയാർക്ക് ചടങ്ങിൽ സ്വീകരണവും നൽകും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന വിഷയത്തിൽ ഹാഫിൽ അഹമ്മദ് കബീർ ബാഗവി 2 ദിവസങ്ങളിലും പ്രഭാഷണം നടത്തും. ഡോക്ടർ MM ബഷീർ മൗലവി കൊല്ലം, ജലീൽ റഹ്മാനി വെന്നിയൂർ എന്നിവരുടെ പ്രഭാഷണങ്ങളും 2 ദിവസങ്ങളിലായുണ്ട്. തിങ്കളാഴ്ച നടക്കുന്ന പ്രഭാഷണ പരിപാടി പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങളും ഉദ്ഘാടനം ചെയ്യും. പഴേരി മൈതാനിയിൽ 5000 പേർക്ക് ഇരിക്കാവുന്ന പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കെ സൈദുദ്ദി ഹാജി, സിദ്ദീഖ് ഫൈസി അമ്മനിക്കാട്, ഷമീർ ഫൈസി ഓടമല, NTC മജീദ്, PA അസീസ്, PT സിദ്ദീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. സമസ്ത കേരള സുന്നി യുവജന സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റംസാൻ പ്രഭാഷണം ആഗസ്റ്റ് 4, 5, 6 തീയതികളിൽ പട്ടാമ്പി കോപ്പത്ത് വെച്ച് നടക്കും. പരിപാടിയെപ്പറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. വിശുദ്ധ റംസാൻ വിശുദ്ധ ഖുർആൻ എന്ന പ്രമേയവുമായി സമസ്ത കേരള സുന്നി യുവജന സംഘം ആചരിക്കുന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായാണ് ജില്ലാ റംസാൻ പ്രഭാഷണം സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊപ്പത്ത് പ്രത്യേകം തയ്യാറാക്കിയ MM അബ്ദുള്ള മുസ്ലിയാർ നഗറിലാണ് പ്രഭാഷണം നടക്കുക. ഓഗസ്റ്റ് 4 ശനിയാഴ്ച രാവിലെ N ആലി മുസ്ലിയാർ പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. CP മുഹമ്മദ് MLA മുഖ്യാതിഥിയാവും. ദിവസവും രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ് പരിപാടി. മത, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 4, 5, 6 തീയതികളിലായി ഒപ്പം പ്രത്യേകം സജ്ജീകരിച്ച പന്തലിൽ വെച്ചുകൊണ്ടാണ് രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ് നമ്മുടെ പരിപാടി. നാളെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കേന്ദ്ര മുസാവറാംഗം ജില്ലാ ഖാദിയുമായ N അലി മുസ്ലിയാർ കുമരംപുത്തൂർ ഉദ്ഘാടനം ചെയ്തു. സ്ഥലം MLA ബഹുമാന്യനായ CP മുഹമ്മദ് MLA നാളെ യോഗത്തിൽ പങ്കെടുക്കും. അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ വിവിധ പ്രതിനിധികൾ ഈ 3 ദിനങ്ങളിലായി നമ്മുടെ വേദിയിൽ വരുന്നുണ്ട്. പ്രഭാഷണങ്ങൾക്ക് പുറമെ സ്വാതന്ത്ര്യം എന്ന പേരിൽ ജീവകാരുണ്യ ആതുര സേവന പ്രവർത്തനങ്ങളും സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. SYS ജില്ലാ ജനറൽ സെക്രട്ടറി MV സിദ്ദീഖ് സഖാഫി, ഉമർ മദനി വിളയൂർ, സുലൈമാൻ മുസ്ലിയാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കെട്ടിട നികുതി നിയമത്തിലെ അപാകത പരിഹരിക്കുന്നതിന് മന്ത്രി മഞ്ഞളാംകുടിയിൽ നടത്തുന്ന ശ്രമങ്ങളെ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പെരിന്തൽമണ്ണ യൂണിറ്റ് അഭിനന്ദിച്ചു. മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബറിൽ നടത്താനിരുന്ന എല്ലാ സമരപരിപാടികളും മാറ്റിവെച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. ഇനിയൊരു ആകാശ വിസ്മയ കാഴ്ച കാണാം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സൂര്യന് ചുറ്റും മനോഹരമായ ഒരു വലയം പ്രത്യക്ഷപ്പെട്ടത്. ഭൂമിയിൽ നിന്നും 20,000 അടി മുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മൂലമാണ് ഇത്തരത്തിൽ
സംഭവിക്കുന്നതെന്നാണ് വാനനിരീക്ഷകരുടെ അഭിപ്രായം. പ്രധാന വാർത്തകൾ വീണ്ടും. മതത്തിന്റെ പേരിലുള്ള അധികാരം മതതീവ്രവാദത്തേക്കാൾ ഭയാനകമാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല. കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലുള്ള കാര്യങ്ങളാണെന്നും കെ പി ശശികല. രായിരനെല്ലൂർ മലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലം UDF സംഘം സന്ദർശിച്ചു. മല ഇടിച്ചു നിർത്തുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന സംഘം. മലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കില്ലെന്ന് തഹസിൽദാർ ജോയ് തോമസ്. പശ്ചാത്തല ഉൽപാദന മേഖലകൾക്ക് പ്രാധാന്യം നൽകി ചെറുപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വിവിധ വികസന പദ്ധതികൾക്ക് രൂപം നൽകി. സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയും ഈ വർഷം തുടങ്ങുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ CPM ഭരണസമിതിക്കെതിരെ CPI രംഗത്ത്. നെല്ലിപ്പറ്റക്കുളം നവീകരണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഭരണസമിതി അവഗണിക്കുകയാണെന്ന് CPI. വികസന കാര്യങ്ങൾ രാഷ്ട്രീയം നോക്കിയല്ല ചെയ്യുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CG ഗീത. വ്രതശുദ്ധിയുടെ പുണ്യവുമായി റംസാൻ പകുതിയിലേക്ക്. പ്രഭാഷണ പരിപാടികളുമായി വിവിധ സംഘടനകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.